അവൽ മിൽക്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഞാനിവിടെ 1 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. അവല് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഒരു 50 ഗ്രാം കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടിയാണ്. ഇപ്പൊ വറുക്കാത്ത കപ്പലണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് വറുത്തെടുക്കണം. കാഷ്യൂനട്ടോ ബദാമോ പിസ്തയോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി വേണ്ടത് പഴമാണ്. അവൽ മിൽക്കിന് എപ്പോഴും പാളയന്തോടൻ പഴമാണ് നല്ലത്. ഞാനിവിടെ 4 പാളയന്തോടൻ പഴം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഞ്ചസാര നമ്മളെ മധുരത്തിനനുസരിച്ച് ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ല തണുത്ത 1 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും നല്ലപോലെ തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ള ബൂസ്റ്റ് ആണ്. ഇത് ബൂസ്റ്റോ ഹോർലിക്സോ നമുക്ക് ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. ഇതൊരു 2 ടീസ്പൂൺ ഉണ്ട്. ഇനി നമുക്ക് അവൽ മിൽക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ചെറിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ചെറിയാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഐസ് ക്യൂബ് ആണ്. ഞാനിവിടെ 2 ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അവൽ മിൽക്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. അവൽ മിൽക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഒരൽപ്പം കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഓപ്ഷനിലാണ്, നെയ്യില്ലെങ്കിലും കുഴപ്പമില്ല. നെയ്യില്ലാതെ വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം. നെയ്യ് ഒരുവിധം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അവല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവലൊന്ന് ക്രിസ്പി ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. ഞാനിവിടെ ചുവന്ന അവലാണ് എടുത്തിട്ടുള്ളത്. വെള്ള അവല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 2 മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുത്താൽ മതി. ഇതിപ്പോ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു വരുന്ന പരുവത്തിന് വേണം നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. അവല് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഈ അവല് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അവല് നമ്മൾ വറുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഴം ഒരു പാത്രത്തിലോട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇത് മിക്സിയിൽ അടിക്കുന്നതിനേക്കാളും മിക്സിയിൽ അടിച്ച ഒരുപാട് അങ്ങ് അരഞ്ഞു പോവും. ഇതിങ്ങനെ ഒന്ന് ഉടച്ചെടുത്ത് കൊടുത്താൽ മതി, അതാണ് നല്ലത്. പഴം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എന്നും പകുതി കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി ഐസ് ക്യൂബ് എടുത്തു വെച്ചിട്ടുണ്ട്. 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ കൂടെ എടുത്തു വെച്ചിരിക്കുന്ന പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഐസ് ക്യൂബുകളും പാലും കപ്പലണ്ടിയും പഞ്ചസാരയും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവൽ മിൽക്ക് സെറ്റ് ചെയ്തെടുക്കാം. അവൽ മിൽക്ക് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ഗ്ലാസ് എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പാളയന്തോടൻ പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവല് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അവലാണ് ഞാൻ ചേർത്തത്. ഇതിന് മുകളിലായിട്ട് കുറച്ച് കപ്പലണ്ടി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് 1 ടീസ്പൂൺ പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വീണ്ടും വറുത്ത് വെച്ചിരിക്കുന്ന അവല് ചേർത്ത് കൊടുക്കാം. കുറച്ചു മതി. അതിന് മുകളിലായിട്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും പാലും ഐസ് ക്യൂബും എല്ലാം കൂടെ ഇട്ട് അടിച്ചു വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ബൂസ്റ്റ് ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ചെറി വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ അവൽ മിൽക്ക് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും പുതിയൊരു വിഭവമായി നമുക്ക് കാണാം.